ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐശ്വര്യം, സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്നത്തെ പോലെ നമ്മൾ അടുക്കളയിൽ കയറിയല്ലേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അങ്ങനെയല്ലേ, തലേനെ അരിയാട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് മാവെടുത്ത് നേരെ ദോശ ഇടാനായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ദോശയുടെ കൂടെ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് തക്കാളി ചട്നിയാണ്. തക്കാളി ചട്നിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഇവിടെ എന്ന് ദോശ ഉണ്ടാക്കിയാലും അന്ന് ഇവിടെ എല്ലാം തക്കാളി ചട്നിയാണ് ഇവിടെ നിർബന്ധമാണ് കേട്ടോ. ഇഡലി ആണെങ്കിൽ നമ്മൾ സാമ്പാർ ഉണ്ടാക്കും. ദോശയാണെങ്കിൽ ഇവിടെ ചട്നി, അതാണ് ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. അപ്പം 2 ദോശ എടുത്ത് ചട്നി ഒഴിച്ചിട്ടോ കൂടെ ഒരു ചായയും കുടിച്ച് രാവിലത്തെ കാപ്പിപ്പൊടി അങ്ങനെ കഴിഞ്ഞു കേട്ടോ. കാപ്പിപ്പൊടിയെല്ലാം കഴിഞ്ഞ് നേരെ തുണി കഴുകാനായിട്ട് ഞാൻ മേളിയിലേക്ക് പോയിട്ടോ. എൻ്റെ പുറകെ തന്നെ രണ്ടും കൂടെ അപ്പോഴേ കയറി വന്നു. ഒത്തിരി തുണി കഴുകാനുണ്ടായിരുന്നു. 2 ദിവസം കൊണ്ട് തുണി വാഷ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ തുണി ഉണ്ടായിരുന്നു. അതെല്ലാം കഴുകിക്കഴിഞ്ഞ് ഞാൻ ഇവർ രണ്ടുപേരെ അവിടെ നിർത്തി തന്നെ കുളിപ്പിച്ച് അങ്ങ് കയറ്റിയാണ് കേട്ടോ. രണ്ടുപേരും അന്യായ കുരുത്തക്കേടാ, മേളിൽ കിടന്ന് ഓട്ടവും ബഹളവും. പെട്ടെന്ന് അങ്ങ് താഴെ കൊണ്ടുപോകാനുള്ളൊരു ധൃതിയിൽ ഞാൻ പെട്ടെന്ന് കുളിപ്പിച്ച് താഴെ കൊണ്ടുപോയി. കുളിയെല്ലാം കഴിഞ്ഞ് രണ്ടിനെയും താഴെ പറക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വന്നപ്പോഴത്തേക്ക് ഉച്ചക്കത്തേക്കുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചിക്കൻ കറിയും ചീനിയും ചിക്കൻ ഫ്രൈ മോരൊക്കെ ആയിരുന്നു. ഞാൻ ഇത്തിരി ചീനി എടുത്ത് അതിനകത്ത് ചിക്കൻ കറി ഒഴിച്ച് ഞാനങ്ങ് കഴിച്ചു കേട്ടോ. കാരണം എനിക്ക് 4 മണിക്ക് ഡ്യൂട്ടിക്ക് പോകണമല്ലോ. അതിന് മുമ്പ് ഞാൻ ജോലിയെല്ലാം ഒതുക്കി. ഇനി അവനെ ലല്ലുവിനുള്ള കുറുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചായ ഇട്ടു. ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് അവൻ ഇവിടെ വീട്ടിലുണ്ടായതുകൊണ്ട് രണ്ടും കൂടെ അന്യായ കുരുത്തക്കേടാണ് കേട്ടോ. ലല്ലു ഉറങ്ങാനേ സമ്മതിക്കത്തില്ല ഇവൻ. അങ്ങനെ കാശിയൊക്കെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ലല്ലു വേണമെന്ന് പറഞ്ഞ് കരഞ്ഞ് മേടിച്ച് കുടിക്കുകയാണ് കേട്ടോ. രണ്ടുപേരും നല്ല സ്നേഹമൊക്കെയാണ് കേട്ടോ, അടിയും കൂടും. അങ്ങനെ ഞാനെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ 4 മണിയപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോയി കേട്ടോ. ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞിട്ട് ഞാൻ ഇനി 10 മണിക്ക് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങത്തുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നിട്ട് തട്ട് ദോശ കടയിൽ ദോശയും കഴിച്ചിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ദോശയും തട്ടുകടയിലെ ദോശയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു പോത്ത് റോസ്റ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂട്ടി നല്ല രീതിയിലൊരു തട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഞങ്ങൾ നേരെ ചുമ്മാ കൊല്ലം വരെ കറങ്ങിയപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്തോ കാർണിവൽ നടക്കുവാണെന്ന്. അല്ല, പക്ഷേ അത് നമ്മുടെ കൊല്ലം കോർപ്പറേഷനാണ് കേട്ടോ. ഫുള്ള് നല്ല അലങ്കരിച്ച് നല്ല ന്യൂ ഇയർ ഒക്കെ ആയിട്ടായിരിക്കും നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു വല്ല കാർണിവൽ വല്ലതും നടക്കുവാണെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീടുള്ള വെറൈറ്റി വീഡിയോകൾ കാണുന്നവരെ ഓക്കെ, ബൈ.